ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗം, ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതുപോലെ തന്നെ UDF അനുകൂലമായൊരു അന്തരീക്ഷം രാജ്യത്തെമ്പാടും ഈ കോൺഗ്രസിന് അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയുള്ള അതുപോലെ ചില സാമുദായിക വിഭാഗങ്ങളുടെ ചേരിമാറ്റം, ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും വലിയ ശക്തമായൊരു ഒരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത് ഒട്ടും തന്നെ സൗഹാർദ്ദപരമല്ല CPMൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ പെരുമാറ്റങ്ങൾ, ഭരണത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന ചിലരുടെയെങ്കിലും പെരുമാറ്റങ്ങൾ. കൂടുതൽ ജനകീയവും ജനപ്രിയവും സൗഹാർദ്ദപരവുമായ ഒരു അന്തരീക്ഷം രാഷ്ട്രീയത്തിലുണ്ടാകുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അത് പൊതുസമൂഹത്തിൽ നല്ല പ്രതിച്ഛായ നിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്യും. മറ്റു പല പ്രതിസന്ധികളുള്ളപ്പോഴും നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ ഒന്ന് ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു ഊഷ്മളതയുണ്ടല്ലോ. ആ ഊഷ്മളതയൊക്കെ അംഗീകരിക്കുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് ഞാൻ താങ്കളെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഊഷ്മളത, ഹൃദ്യത എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ടൊരു ക്വാളിറ്റി ഒന്നുമല്ല. അത് കൈമോശം വരുന്നുണ്ടോ MP രാജേഷ്? ഉണ്ണിയുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. എന്നാലും ഞാൻ ഏറെക്കുറെ മനസ്സിലാക്കി ചോദ്യം എന്താണ് എന്നത്. മനസ്സിലായി ചോദ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ തെറ്റായി ധരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിരുത്തിയാൽ മതി. അതായത് ഈ അതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. കുറച്ചുകൂടി ലാളിത്യം, വിനയം, പിന്നെ ജനകീയമായിട്ടുള്ള ഇടപെടൽ, ചിരി, ഇതൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ? ഞങ്ങളതിനെ അത്ര ലളിതമായിട്ടല്ല കാണുന്നത്. ചിരിയും വിനയവും കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി കൂടുതൽ ചിരിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മളതൊരു അമിത ലളിതവൽക്കരണമായിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഒരു വളരെ നിർണായകമായിട്ടുള്ള സംഭവവികാസങ്ങളെയൊക്കെ നമ്മൾ അതീവ ലളിതമായിട്ട് വിലയിരുത്തിക്കൂടാ എന്നാണ് പറയുന്നത്. അതൊരു അരാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തലുമാണ്. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്, അഭിലഷണീയമായ കാര്യവുമാണ്. പിന്നെ ഇത് നോക്കൂ, ആരുടെ സൃഷ്ടിയാണ് ഈ പ്രതീതി നിർമ്മാണം? ആര് നടത്തിയിട്ടുള്ളതാ? കേരളത്തിൽ മാധ്യമങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ നിർണായകമായ മേൽക്കോയ്മയുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രതീതിയാണ്. ഇപ്പം എന്താണ് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേറ്റീവ്? ആ നെറേറ്റീവ് ഇതാണ്: വലതുപക്ഷം നന്മകളാൽ സമൃദ്ധം, ധാർഷ്ട്യപ്രധാനം ഇടതുപക്ഷം, അല്ലേ? ധാർഷ്ട്യപ്രധാനമാണ് ഇടതുപക്ഷം എന്ന മട്ടിലാണ്. അതാണ് പ്രധാനം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമാണ്. എന്നിട്ട് അതിന് ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ പ്രതികരിച്ചു പോകുന്ന കാര്യങ്ങളെ പെരുപ്പിച്ച് ആംപ്ലിഫൈ ചെയ്ത് ആവർത്തിച്ച് പ്രദർശിപ്പിച്ച് പിന്നീടത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളുടെ ഉള്ളം കയ്യിലിരിക്കുന്ന ഫോണിൽ കണ്ട് ഉണ്ടാക്കുന്നൊരു പ്രതീതിയാണ്. അതേസമയം ഉണ്ണി നോക്കൂ, KPCCയുടെ പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കുന്ന ഒരാളെ ഇവിടെ എനിക്ക് നിങ്ങൾക്കും പറയാൻ കൊള്ളാത്ത ഒരു അശ്ലീല പദം ചേർത്ത് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടും സമൂഹ മാധ്യമങ്ങളത് പുറത്ത് വലിച്ചിടുന്നത് വരെ മൂടിവെച്ച മാധ്യമങ്ങളുടെ നിർമ്മിതിയിൽ അദ്ദേഹം ധാർഷ്ട്യക്കാരനാവുന്നില്ല. മാധ്യമങ്ങൾ പ്രത്യേകമായ കവചവും സുരക്ഷിതത്വവും അദ്ദേഹത്തിന് ഒരുക്കുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുമ്പിൽ രാഷ്ട്രപതി നിൽക്കുകയും പ്രധാനമന്ത്രി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, വീണ്ടും കാണിച്ചിട്ടില്ല. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചതുപോലെ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തതുപോലെ അത് ടാർഗറ്റ് ചെയ്തിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്ന പ്രതീതികളാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ MV ഗോവിന്ദൻ മാഷോ ആരെങ്കിലും KPCC പ്രസിഡന്റ് ഉപയോഗിച്ചതുപോലുള്ള ഒരു പദം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പൊതുവേദിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരോടെങ്കിലും? മനുഷ്യർ ചിലപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ആളുകൾക്ക് ഓരോരുത്തരുടെയും രീതി ഉണ്ടല്ലോ. അപ്പോൾ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു പ്രതികരണത്തെ അതിനെ പെരുപ്പിച്ച് വീർപ്പിച്ച് അതിശയോക്തിപരമായിട്ട് ഒക്കെ അവതരിപ്പിച്ച് നിങ്ങളൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. ഭാഗികമായി ശരിയാണ്. താങ്കൾ ഈ പറയുന്ന KPCC പ്രസിഡന്റിന്റെ മോശം വാചകം അടക്കം നമ്മളും ചർച്ച ചെയ്തിട്ടുണ്ട്. അനുഭവം കൂടി പറഞ്ഞോളൂ. ഞാനൊരു എൻ്റെ ഒടുവിലത്തെ അനുഭവം കൂടി പറഞ്ഞോട്ടെ. ഇന്നലെ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ
സമ്മേളനത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു. പെട്ടെന്ന് ചായ കൊടുക്കാൻ തുടങ്ങി. അപ്പം ഞാനൊന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ചായ കൊടുക്കുന്നു, പ്രസംഗം നിർത്തണോ? വേണമെങ്കിൽ നിർത്തിയിട്ട് ചായ കൊടുത്ത ശേഷം തുടരാം എന്ന മട്ടിൽ. അപ്പോൾ അധ്യക്ഷ പറഞ്ഞു, വേണ്ട, പ്രസംഗം തുറന്നോളൂ, അത് കഴിഞ്ഞ് ചായ കൊടുക്കാം. അപ്പം ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു, ഇത് പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാട്ടുനടപ്പാണ്, പ്രസംഗം മധ്യേ ചായ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല. സദസ്സാകെ ചിരിയിൽ പങ്കുചേർന്നു. അത് കേരളത്തിലൊരു ടെലിവിഷൻ ചാനൽ ആദ്യം വാർത്തയാക്കിയത് സദസ്സിനെ ചായ കൊടുത്തു, സദസ്സിനെ ചിരിപ്പിച്ച് എം പി രാജേഷ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ തലക്കെട്ട് മാറുകയാണ്. അതൃപ്തി പ്രകടിപ്പിച്ച് എം പി രാജേഷ്, ചായ കൊടുക്കുന്നു, പ്രസംഗം നിർത്തണോ? ഇതൊക്കെ യാദൃശ്ചികമാണ്, നിഷ്കളങ്കമാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പം നിങ്ങളുടെ മറുപടി അത് ഞങ്ങളല്ല എന്നായിരിക്കും. നിങ്ങളല്ല, ശരി തന്നെ. ഏറിയും കുറഞ്ഞുമൊക്കെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണണം. അപ്പം എന്താണ് ഉദ്ദേശം ഇതാണ്. നോക്കൂ, ഇവരെല്ലാവരും ഇങ്ങനെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യക്കാരാണ് എന്ന ഒരു പ്രതീതി ബോധപൂർവം തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ്.